എൻ്റെ ചെറുപ്പകാലങ്ങളിൽ സാധാരണയായി കേട്ടിരുന്നതായ ഒരു ഭക്തിഗാനമുണ്ട്. അതിങ്ങനെയാണ്: ഈശ്വരനെ തേടി ഞാൻ നടന്നു, കടലുകൾ കടന്നു ഞാൻ തിരഞ്ഞു. ആബേലച്ചൻ എഴുതിയതായ ഒരു ഗാനം. അതിലെ ഓരോ വരികളും നാം നോക്കുമ്പോൾ ഈശ്വരനെ കാണാനുള്ള ആഗ്രഹത്തിൽ അന്വേഷിച്ച് നടക്കുന്നതായ ഒരു വ്യക്തിയാണ് അവിടെ കാണാൻ സാധിക്കുന്നത്. വിജനമായ ഭൂമിയിൽ ഈശ്വരനുണ്ടോ എന്ന് അന്വേഷിക്കുന്നു. ഈശ്വരൻ്റെ കാൽപ്പാടുകൾ എവിടെയാണെന്ന് അന്വേഷിക്കുന്നു. മണ്ണിലൊക്കെ തേടി അതിവിടെയെങ്ങും കണ്ടില്ല എന്നാണ് താൻ പറയുന്നത്. ആലങ്കാരികമായി എഴുതിയിരിക്കുകയാണ്: കണ്ടില്ല കണ്ടില്ലെന്ന് കാനനച്ചോല പതഞ്ഞ് പറഞ്ഞുപോയി, കാണില്ല കാണില്ല എന്ന് കിളികൾ പറഞ്ഞുകൊണ്ട് പറന്നുപോയി എന്ന് ആലങ്കാരികമായി താൻ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഈ പാട്ടിൻ്റെ അവസാന വരികളിലേക്ക് വരുമ്പോൾ അദ്ദേഹം തന്നിലേക്ക് തന്നെ നോക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ അധിവസിക്കുന്ന ദൈവത്തെ താൻ കണ്ടെത്തുന്നു എന്നാണ് ഈ വരികളിലൂടെ കാണുവാൻ സാധിക്കുന്നത്. പ്രിയമുള്ളവരെ, ദൈവത്തെ കണ്ടെത്തുവാനായി മനുഷ്യൻ വല്ലാതെ ആഗ്രഹിച്ചിരുന്നു. ദൈവം ആരാണ്? ദൈവം എങ്ങനെയുള്ളവനാണ്? ദൈവത്തിൻ്റെ രൂപമെന്താണ്? ദൈവത്തിൻ്റെ സ്വഭാവം എന്താണ്? ദൈവത്തിൻ്റെ വലിപ്പം എങ്ങനെയാണ്? ദൈവം എവിടെയാണ് അധിവസിക്കുന്നത്? ദൈവത്തിൻ്റെ ശബ്ദം എങ്ങനെയാണ്? എന്നിത്യാദി കാര്യങ്ങൾ അറിയുവാനായി മനുഷ്യൻ വളരെ വർഷങ്ങൾക്ക് മുൻപ് തന്നെ വല്ലാതെ ആഗ്രഹിച്ചിരുന്നു. അങ്ങനെ നാം പാട്ടിലൂടെ കണ്ടതുപോലെ അവിടെയും ഇവിടെയും ഒക്കെ അന്വേഷിക്കുവാൻ ആരംഭിച്ചു. അങ്ങനെ അന്വേഷണത്തിൻ്റെ ഒടുവിലായി ചിലർ പറഞ്ഞു, ദൈവമില്ല, അങ്ങനൊരു ശക്തിയില്ല. അതിനെ സ്ഥാപിക്കുന്നതിന് വേണ്ടി ഒരുപാട് തിയറികൾ അവർ കൊണ്ടുവന്നു. ഈ ഭൂമണ്ഡലം ഉണ്ടായത്, ഈ അഖിലാണ്ടം ഉണ്ടായത്, അതുപോലെ തന്നെ മനുഷ്യരുണ്ടായത്, മൃഗങ്ങളുണ്ടായത്, ഇതിനെല്ലാം സ്ഥാപിക്കുന്നതിന് വേണ്ടി ഓരോരോ തത്വങ്ങൾ അവർ തന്നെ കണ്ടെത്തി. ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്, അന്ധരായിട്ടുള്ള 4 പേർ ആന എങ്ങനെ ഇരിക്കും എന്നറിയാൻ ആഗ്രഹിച്ചു. ഒരാനയുടെ സമീപത്തേക്ക് അവർ ചെന്നു. ഒരാൾ അതിൻ്റെ കാലിലാണ് പിടുത്തം കിട്ടിയത്. അദ്ദേഹം പറഞ്ഞു, ആന ഒരു വലിയ തൂണ് പോലെയാണ്. രണ്ടാമത്തെ ആൾ അതിൻ്റെ കൊമ്പിലാണ് പിടുത്തം കിട്ടിയത്. അദ്ദേഹം പറഞ്ഞു, ആന ഒരു കൂർത്ത സാധനം പോലെയാണ് ഇരിക്കുന്നത്. മൂന്നാമത്തെ ആളിന് അതിൻ്റെ വലിയ വയറിലാണ് പിടുത്തം കിട്ടിയത്. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, ആന ഒരു വലിയ പാറ പോലെയാണ്. നാലാമത്തെ ആളതിൻ്റെ വാലിൽ പിടുത്തം കിട്ടി. അദ്ദേഹം പറഞ്ഞു, ഒരു ബ്രഷ് പോലെയാണ് ആന ഇരിക്കുന്നത്. ഇതേപോലെ തന്നെ ദൈവത്തെ അന്വേഷിച്ചതായ മനുഷ്യൻ പലവിധ കാര്യങ്ങൾ കണ്ടെത്തിയിട്ട് അതിനോട് ദൈവത്തെ ഉപമിക്കുവാനായിട്ട് ആഗ്രഹിച്ചു. ദൈവത്തെ പക്ഷികളോടും മൃഗത്തോടും മനുഷ്യനോടും ഒക്കെ ഉപമിക്കുവാനായിട്ട് മനുഷ്യൻ ആഗ്രഹിച്ചു. മറ്റു ചിലർ ദൈവങ്ങളായി സ്വയം പരിചയപ്പെടുത്തി. അവർ മനുഷ്യരാണെങ്കിലും ദൈവങ്ങളാണെന്ന് മറ്റുള്ളവരുടെ മുൻപാകെ അഭിനയിച്ച് കാണിച്ചു. അങ്ങനെയുള്ള ഒരുപാട് ദൈവങ്ങൾ ഈ കഴിഞ്ഞ നാളുകൾ മരിച്ചു മൺമറഞ്ഞുപോയി. ഒരു കാര്യം സത്യമാണ്, വലിയവനായ ദൈവം ഉണ്ട്. ഈ കാണുന്ന അഖിലാണ്ടത്തെ മുഴുവനായി നിർമ്മിച്ച ഒരുവനുണ്ട്. ഒരു ദൈവം ഇല്ലാതെ ഒരിക്കലും ഇങ്ങനെ ഒരു അഖിലാണ്ടം ഉണ്ടായി വരുവാൻ യാതൊരു സാധ്യതയുമില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതായ ഒരു സംഗതിയാണ്. ഈ അഖിലാണ്ടത്തിൻ്റെ കാര്യം തന്നെ എടുക്കുക. എത്രയോ കോടാനുകോടി ഗോളങ്ങളുണ്ട്. അതുപോലെ തന്നെ ഈ ഭൂമിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ എത്രയോ കൃത്യമായി
ദൈവം ആ ഭൂമിയെ ഒരുക്കിയിരിക്കുന്നു. അതിന് 23.5 ഡിഗ്രി ചരിവിൽ നിർത്തിയിരിക്കുന്നത് കൊണ്ട് വിവിധങ്ങളായ കാലങ്ങൾ മാറി മാറി വരുവാനിടയാകുന്നു. ഭൂമിയുടെ എല്ലാ ഭാഗങ്ങളിലും സൂര്യപ്രകാശം എത്തിച്ചേരുന്നതിന് സാധിക്കുന്നു. അതുപോലെ തന്നെ മനുഷ്യന് പാർക്കുന്നതിനായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഈ ഭൂമിയിൽ ദൈവം ഒരുക്കിയിരിക്കുന്നു. അവൻ്റെ ജീവസന്ധാരണത്തിനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ ഭൂമിയിലാണ് ക്രമീകരിച്ചു വച്ചിരിക്കുന്നത്. മറ്റൊരു ഗോളത്തിലും അങ്ങനെയില്ല. ദൈവവചനം അത് സ്പഷ്ടമായി നമ്മെ അറിയിക്കുന്നു. മനുഷ്യൻ്റെ പാർപ്പിന് വേണ്ടി ദൈവം ഉണ്ടാക്കിയിരിക്കുന്ന ഒരേ ഒരു ഗോളം ഈ ഭൂമി മാത്രമാണ് എന്ന് ദൈവവചനം പറയുന്നു. അങ്ങനെ ദൈവം ഈ കാണുന്ന സകല ചരാചരങ്ങളെയും സകലത്തെയും നിർമ്മിച്ചവനായ ദൈവം, സകല അഖിലാണ്ടത്തെയും നിർമ്മിച്ച വലിയവനായ ദൈവം ഉണ്ട് എന്നുള്ളത് ഈ കാണുന്ന സകല അഖിലാണ്ടവും വിളിച്ചു പറയുന്ന ഒരു വലിയ സത്യമാണ് എന്നുള്ളത് നമുക്ക് മറക്കുവാൻ സാധ്യമല്ല. വളരെ കൃത്യമായും വ്യക്തമായും ഈ ദൈവത്തെ സംബന്ധിച്ച് എഴുതിയിരിക്കുന്നതായ കാര്യങ്ങൾ വിശുദ്ധ ബൈബിളിലുണ്ട്. അത് വിശ്വസനീയമായ കാര്യങ്ങളാണ് എന്ന് അതിലെ ലിഖിതങ്ങൾ തന്നെ വെളിവാക്കുന്നു. ബൈബിളിനെ നാം നോക്കുമ്പോൾ ഈ ലോക ചരിത്രത്തെ രണ്ടായി നാം കാണുന്നത് പോലെ ബൈബിളിനെ രണ്ടായി കാണുവാൻ സാധിക്കും. അതായത് യേശുക്രിസ്തുവിന് മുൻപുള്ളതായ കാലഘട്ടം എന്നും യേശുക്രിസ്തുവിന് ശേഷമുള്ളതായ കാലഘട്ടം എന്നും. അതേപോലെ തന്നെ സമയത്തെ നാം ബൈബിളിലൂടെ കാണുവാൻ സാധിക്കും. യേശുക്രിസ്തുവിന് മുൻപുള്ളതായ പഴയ നിയമ സമയം എന്നും കർത്താവിന് ശേഷമുള്ളതായ പുതിയ നിയമ സമയം എന്നും. പഴയ നിയമ സമയങ്ങളിൽ വലിയവനായ ദൈവം അന്നുള്ള മനുഷ്യരോട് വിവിധ നിലകളിൽ ഇടപെട്ടിരുന്നു. സ്വപ്നത്തിലൂടെ, ശബ്ദത്തിലൂടെ, മറ്റു വിധങ്ങളായ കാര്യങ്ങളിലൂടെ ഒക്കെ ദൈവം അവരോട് ഇടപെട്ടിരുന്നു. പ്രവാചകന്മാരിലൂടെ ദൈവം വിവിധ കാര്യങ്ങൾ അരുളി ചെയ്തിട്ടുണ്ട്. ഭാവിയിൽ സംഭവിക്കാനുള്ള അനേക കാര്യങ്ങൾ പ്രവാചകന്മാരിലൂടെ ദൈവം അരുളി ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്നതായ ഒരു പ്രവചനമാണ് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ജനനം. യേശുക്രിസ്തുവിൻ്റെ ജനനത്തിന് 600-ൽ പരം വർഷങ്ങൾക്ക് മുൻപ് യെശയ്യാ പ്രവാചകനിലൂടെ വലിയവനായ ദൈവം അത് അരുളി ചെയ്തിട്ടുണ്ട്. അത് തിരുവെഴുത്തിൽ വളരെ കൃത്യമായി വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുള്ള വസ്തുത തന്നെയാണ്. അതുകൊണ്ട് ദൈവവചനം ദൈവത്തെ സംബന്ധിച്ച് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ടതായൊരു വസ്തുത യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 18-ാം വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. അതിങ്ങനെയാണ്: ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, പിതാവിൻ്റെ മടിയിൽ ഇരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. അത്യുന്നതനായ ദൈവത്തെ, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്ന അപ്രമേയനായ ദൈവത്തെ, ഭയങ്കരനായ ദൈവത്തെ, സർവവ്യാപിയായ ദൈവത്തെ ഒരു മനുഷ്യനും നമ്മുടെ മാനുഷികമായ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് കാണുവാൻ സാധ്യമല്ല. അങ്ങനെ ഒരു മനുഷ്യന് ദൈവത്തെ കണ്ടു കഴിഞ്ഞാൽ അവൻ ജീവനോടെ ഇരിക്കുന്നില്ല എന്ന് ദൈവവചനം തന്നെ പറയുന്നു. അതുകൊണ്ട് ദൈവത്തെ ആർക്കും അങ്ങനെ മാനുഷികമായ കണ്ണുകൾ കൊണ്ട് കണ്ടെത്തുവാൻ സാധ്യമല്ല. എന്നാൽ ആ ദൈവത്തെ ലോകത്തിൻ്റെ മുൻപാകെ വെളിപ്പെടുത്തി തന്നത് ഒരേ ഒരുവനാണ്. അത് കർത്താവായ യേശുക്രിസ്തുവാണ്. എന്തിനു വേണ്ടിയാണ് യേശുക്രിസ്തു ഈ താണലോകത്തിലേക്ക് വന്നത്? വലിയവനായ ദൈവത്തെ ലോകത്തിൻ്റെ മുൻപാകെ വെളിപ്പെടുത്തി കാണിക്കുവാൻ, ദൈവം സ്നേഹസ്വരൂപനാണെന്ന് അറിയിക്കുവാൻ, ദൈവത്തിൻ്റെ സ്വഭാവം എന്താണെന്ന് ലോകത്തിൻ്റെ മുൻപാകെ കാണിച്ചു കൊടുക്കുവാൻ, ദൈവം നമ്മെ സ്നേഹിക്കുന്നു എന്നുള്ളത് ലോകത്തോട് വിളിച്ചു പറയുവാൻ, മാത്രമല്ല എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു, ഞാനും പിതാവും ഒന്നാകുന്നു എന്നുള്ളത് ലോകത്തിൻ്റെ മുൻപാകെ വെളിപ്പെടുത്തുവാനായി കർത്താവായ യേശുക്രിസ്തു ഈ താണലോകത്തിലേക്ക് വന്നു. നാം വായിച്ചതായ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, ഒരു മനുഷ്യനും ദൈവത്തെ നേരിട്ട് കണ്ടിട്ടില്ല. എന്നാൽ ദൈവരൂപത്തിലിരുന്നവൻ ദൈവത്തോടുള്ള സമത്വം വേണ്ട എന്ന് വെച്ചിട്ട് ഒരു ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി ഈ താണലോകത്തിലേക്ക് ഇറങ്ങി വന്ന കർത്താവായ യേശുക്രിസ്തുവിനെ കാണുമ്പോൾ വലിയവനായ ദൈവത്തെ കാണുവാൻ നമുക്ക് സാധിക്കുന്നു. അതുമാത്രമാണ് ദൈവത്തെ കാണുവാനുള്ള ഏക വഴി എന്ന് ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. കർത്താവായ യേശുക്രിസ്തു ഈ താണലോകത്തിലേക്ക് ഇറങ്ങി വന്നു എന്ന് മാത്രമല്ല, ഈ സകല മനുഷ്യവർഗത്തിൻ്റെയും പാപത്തിന് പരിഹാരം വരുത്തുവാൻ കാൽവരി ക്രൂശിൽ അവിടുന്ന് ഒരു യാഗമായി അർപ്പിക്കപ്പെട്ടു. ആ യേശുക്രിസ്തുവിൻ്റെ പരിപാവനമായ രക്തം സർവ്വലോകത്തിൻ്റെയും പാപത്തിനു വേണ്ടി അവിടുന്ന് ദൈവനീതിയുടെ മുൻപാകെ ഒഴുക്കി. ആ യേശുക്രിസ്തുവിൽ ആര് വിശ്വസിക്കുന്നുവോ അവർക്ക് ദൈവ മക്കളായി തീരുവാനുള്ള അനുവാദവും അവകാശവും വലിയവനായ ദൈവം നൽകിയിരിക്കുന്നു. എത്ര വിലയേറിയതായ ഒരു ഭാഗ്യമാണിത്! ദൈവം ആരാണെന്ന് കണ്ടെത്തുവാൻ, ദൈവം എവിടെയാണെന്ന് കണ്ടെത്തുവാൻ, ദൈവം എങ്ങനെ ഇരിക്കുമെന്ന് കണ്ടെത്തുവാൻ അവിടെയും ഇവിടെയും ഒന്നും അലയേണ്ടുന്നതായ ആവശ്യമില്ല.
ഒരു പൈസ പോലും മുടക്കേണ്ടുന്ന ആവശ്യമില്ല. വിശ്വാസത്താൽ കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുമ്പോൾ നാം ദൈവത്തിൻ്റെ വകയായി തീർന്നു. നമ്മുടെ വിശ്വാസ കണ്ണുകളെ ദൈവം തുറന്നു തരികയാണ്. ദൈവം ആരാണെന്ന് കാണുവാൻ, ദൈവത്തിൻ്റെ അരികിലേക്ക് ചെല്ലുവാൻ, ആ കൃപാസനത്തിൻ്റെ അരികിലേക്ക് ചെന്ന് അപ്പാ പിതാവേ എന്ന് വിളിച്ചുകൊണ്ട് ദൈവത്തെ ആരാധിക്കുവാനുള്ള പുത്രത്വം ദൈവം നമുക്ക് നൽകുകയാണ്. ഈ ലോകത്തിലെ ജീവിതത്തിൽ ഇതിനേക്കാൾ വലിയൊരു ഭാഗ്യാവസ്ഥ എന്താണ് നമുക്ക് കിട്ടാനുള്ളത്? യേശു കർത്താവ് എൻ്റെ പേർക്ക് ക്രൂശിൽ മരിച്ചുവെന്നും അവിടുത്തെ പരിപാവനമായ രക്തം എൻ്റെ പാപത്തിന് പരിഹാരമായി ദൈവനീതിയുടെ മുൻപാകെ അവിടുന്ന് ഒഴുക്കിയെന്നും പൂർണ്ണമായി വിശ്വസിക്കുന്ന ഒരു വ്യക്തി വലിയവനായ ദൈവത്തിൻ്റെ അരികിലേക്ക് ചെല്ലുവാൻ അനുവാദം പ്രാപിച്ചവനായി തീർന്നു. ദൈവമകനായി ദൈവമകളായി തീർന്നു. അങ്ങനെയുള്ളവർ ഈ ലോകത്തിലെ ജീവിതത്തിന് അപ്പുറമായി നിത്യത മുഴുവൻ കർത്താവിനോടുകൂടെ വാസം ചെയ്യുന്നു. എത്ര അനുഗ്രഹകരമായ ഒരു കാര്യമാണിത്! എന്നാൽ ഈ ലോകത്തിലെ ജീവിതത്തിൽ ദൈവത്തെ കണ്ടെത്തുവാൻ സാധിക്കാതെ ഇരിക്കുന്ന ഒരുവൻ കർത്താവായ യേശുക്രിസ്തുവിലൂടെ പിതാവാം ദൈവത്തിൻ്റെ അരികിലേക്ക് ചെല്ലുവാൻ മനസ്സില്ലാതിരിക്കുന്ന ഒരു വ്യക്തി ഈ ലോകത്തിലെ ജീവിതത്തിന് അപ്പുറമായി പിശാചിനും അവൻ്റെ ദൂതന്മാർക്കും ദൈവം ഒരുക്കിയിരിക്കുന്ന നിത്യമായ നരകാഗ്നിയിലേക്ക് പോകുന്നു എന്നുള്ളത് ദൈവവചനം നമ്മെ അറിയിക്കുകയാണ്. ഇന്നത്തെ ദിവസം ആ വലിയവനായ ദൈവത്തെ കർത്താവായ യേശുക്രിസ്തുവിലൂടെ കാണുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. അങ്ങനെ നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടട്ടെ. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ക്രിസ്തുയേശുവിലൂടെ അതിവാത്സല്യമായി ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവാൻ നല്ല ദൈവമേ, ദൈവത്തെ അന്വേഷിച്ച് നടക്കുന്ന മനുഷ്യരുടെ മധ്യത്തിൽ കർത്താവേ, ദൈവം ആരാണെന്ന് വെളിപ്പെടുത്തി തന്ന യേശുക്രിസ്തുവിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. വലിയവനായ ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. എന്നാൽ അവിടുത്തെ മടിയിലിരുന്ന ഏകജാതനായ പുത്രൻ അവിടുത്തെ ലോകത്തിൻ്റെ മുൻപാകെ വെളിപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളത് ഞങ്ങൾ ചിന്തിക്കുകയായിരുന്നു. കർത്താവേ, അവിടുത്തെ പുത്രനെ താണലോകത്തിലേക്ക് അയച്ച് അവിടുന്ന് ആരാണ് എന്നുള്ളത്, അവിടുന്ന് എങ്ങനെ ലോകത്തെ സ്നേഹിക്കുന്നു എന്നുള്ളത് അവിടുത്തെ പുത്രൻ്റെ ക്രൂശുമരണത്തിലൂടെ ഞങ്ങൾക്ക് കാണിച്ചു തന്നതിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ പുത്രനിൽ വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുവാൻ തക്കവണ്ണം, വലിയവനായ ദൈവത്തെ കണ്ടെത്തുവാൻ തക്കവണ്ണം ഈ വാക്കുകളെ കേട്ട് എല്ലാവരെയും അവിടുന്ന് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ഞങ്ങളുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ ധന്യമായ നാമത്തിൽ തന്നെ ആമേൻ.